നമ്മുടെ നാട്ടിൽ ഈ മഴയൊക്കെ കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ വീടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മഴയൊക്കെ കൂടി വരുമ്പോൾ വെള്ളം കെട്ടിക്കിടന്നും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നനഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ കൊണ്ട് വീടിന് പല ഡാമേജസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ വീടിനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, ഡിനാഷ്യൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ഡിസൈനറാണ്. ഒന്നാമതായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ വാൾസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലെ എക്സ്റ്റീരിയർ വാൾസിൽ ക്രാക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്രാക്കിലൂടെ ഈ വെള്ളം ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുകയും അത് ഈ ഭിത്തിക്ക് ഉള്ളിലേക്ക് ഈ ഗ്രാവിറ്റി വഴി താഴ്ന്നു കിടക്കുകയും റൈസിൻ ഡാമിനസ് പോലെ ഉയർന്നു വന്നിട്ട് നമ്മുടെ പുട്ടിയും പെയിൻറ്റും ഒക്കെ പൊളിഞ്ഞു പോരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്റ്റീരിയർ വാൾസിൽ എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്രാക്ക് ഫില്ലറോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ഫില്ല് ചെയ്യുകയും അതുപോലെ തന്നെ നനയുന്ന ഒരു ഭിത്തിയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു വാട്ടർ പ്രൂഫിങ് കൊടുക്കുകയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷനുകളിലും ചെറിയ ഗ്യാപ്പുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ സിമെൻറ്റ് അടർന്നു പോയതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായേക്കാം. നമ്മൾ കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടിയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പം നമ്മൾ ഈ റാൻഡറബിൾ മേസൺറി, അതായത് ഗ്രൗണ്ട് ലെവലിൽ മുകളിലേക്ക് കെട്ടിയേക്കുന്ന കരിങ്കല്ലുകളിൽ ചിലപ്പോൾ സിമെൻറ്റുകൾ അടർന്നു പോയിട്ടുള്ള ഗ്യാപ്പുകളോ ഉണ്ടായേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഗ്യാപ്പുകളിലേക്കുള്ള വെള്ളം ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അതും അടച്ചുവിട്ട് പ്രോപ്പറായിട്ട് കവർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മഴ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മണ്ണിലെ നനവ് കൊണ്ട് നമ്മുടെ ഫൗണ്ടേഷനകത്ത് ഫില്ല് ചെയ്തേക്കുന്ന ആ മണ്ണിനുള്ളിലേക്ക് വെള്ളം വലിഞ്ഞു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴത്തേനും ഈ നമ്മൾ ഈ മണ്ണിനകത്തുള്ള പ്രാണികളോ ഉറുമ്പുകളോ ഒക്കെ നമ്മുടെ ടൈലിൻ്റെ ജോയിൻറ്റുകളിൽ ജോയിൻറ്റ് ഫില്ലർ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോക്സിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തതൊക്കെ അടർന്നു പോയിട്ട് ഗ്യാപ്പുകളുണ്ടെങ്കിൽ അതിനുള്ളിലൂടെ ഈ പ്രാണികൾ വീടിനുള്ളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈലിൻ്റെ ജോയിൻറ്റ് ഫില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് അടച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് നമ്മുടെ ഷെയ്ഡിലും അതുപോലെ തന്നെ ടെറസിലും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനകത്ത് ഡ്രെയിനേജ് പൈപ്പുകൾ വെച്ചേക്കുന്നത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് ഒരുപക്ഷെ ഇലകളോ കാര്യങ്ങളോ ഒക്കെ കിടന്നിട്ട് ഈ ഡ്രെയിനേജ് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അത്തരത്തിൽ ഈ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ആ വെള്ളം അത് ഭിത്തിയിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് ഡാമേജ് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മഴ തുടങ്ങിയാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഈ ഡ്രെയിനേജിലേക്ക് വരുന്ന അത് ബ്ലോക്ക് ആയിട്ടുള്ള ഏരിയകൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ സർഫസ് ഫുൾ ക്ലീൻ ചെയ്ത് ഒരു സ്ലോപ്പ് ഉണ്ട്, വെള്ളം പ്രോപ്പറായിട്ട് ഒഴുകി പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ അതിനകത്ത് ക്രാക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് പ്രോപ്പറായിട്ട് പെയിൻ്റ് അടിച്ച് കൃത്യമായിട്ട് വെള്ളം ഒഴുകി പോകുന്ന രീതിയിലേക്ക് ഈ ഡ്രെയിനേജ് സംവിധാനത്തെ നമ്മളവിടെ തയ്യാറാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രെയിനേജ് പൈപ്പുകൾ ചെറുതാണ്, അതിനകത്ത് പ്രോപ്പറായിട്ട് വെള്ളം ഒഴുകി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അത്രയും ക്വാണ്ടിറ്റി ഒഴുകി പോകാൻ പറ്റുന്ന രീതിയിലുള്ള സൈസ് ഡ്രെയിനേജ് പൈപ്പുകൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡ്രെയിനേജ് പൈപ്പുകൾ വലുതാക്കി പ്രോപ്പറായിട്ട് സൈസുകളിലേക്ക് അത് ക്രമീകരിച്ച് കൊടുക്കേണ്ടതുമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഈ പലപ്പോഴും ഓടിൽ നിന്ന് വരുന്ന വെള്ളമോ അല്ലെങ്കിൽ റൂഫിൽ നിന്ന് വരുന്ന വെള്ളമോ ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പാത്തികൾ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പാത്തികൾ നമ്മൾ ഈ ഒരു സമയത്ത് മഴ തുടങ്ങുന്നതോടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ഡ്രെയിനേജ് സംവിധാനം പ്രോപ്പറായിട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പലപ്പോഴും ഈ റൂഫിനോട് ചേർന്നിട്ടുള്ള പാത്തികളിലൊക്കെ ഇലകളും കാര്യങ്ങളും ഒക്കെ വീണിട്ട് അത് ബ്ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പാത്തികൾക്ക് എന്തെങ്കിലും ഡാമേജുകളുണ്ടാവും, ക്രാക്ക് ഉണ്ടാവും. ഇത്തരത്തിലുള്ള പാത്തികൾക്ക് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടായിട്ട് അതിനകത്തൂടെ വെള്ളം പോകുമ്പോൾ അത് ഭിത്തിയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത്തരത്തിൽ ഭിത്തിയിലേക്ക് ഈ വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് പെനട്രേറ്റ് ചെയ്തിട്ട് ഡാമേജിന് കാരണമായേക്കാം. അപ്പം ഈ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ വാട്ടറിൻ്റെ ഡ്രെയിനേജ് സംവിധാനം, അതായത് പാത്തികൾ കൊടുത്തേക്കുന്നതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് വരുന്ന വെള്ളം പ്രോപ്പറായിട്ട് നമ്മുടെ വീടിന് വെളിയിലേക്ക് ഒഴുക്കി കളയാനുള്ള സംവിധാനം ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഒരു പക്ഷേ ഈ പാത്തികളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വന്ന് വീഴുകയായിരിക്കും, പക്ഷേ അത് പ്രോപ്പറായിട്ട് നമ്മുടെ മുന്നിലുള്ള റോഡിലേക്ക് ഒഴുകി വീടിൻ്റെ പ്ലോട്ടിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലേക്ക് അതിനെ ഡ്രെയിൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തണം. നാലാമതായിട്ട് നമ്മുടെ വീടിൻ്റെ സെപ്റ്റി ടാങ്ക്, വേസ്റ്റ് പിറ്റ് മുതലായ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഏരിയകളിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ബാത്റൂമിൽ നിന്നും അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും ഒക്കെ വരുന്ന വേസ്റ്റ് വെള്ളം വരുന്ന ഒരു സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ആ ബാത്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നും ഉള്ള ഒരു ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴ പെയ്ത് നമ്മുടെ പ്ലോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെപ്റ്റി ടാങ്കിൻ്റെ വേസ്റ്റ് പിറ്റിൻ്റെ ആ ഒരു ഏരിയയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ അതിനെ പ്രോപ്പറായിട്ട് ഒരു ചാനലിലൂടെ ഡ്രെയിൻ ചെയ്ത് നമ്മുടെ റോഡിലേക്ക് ഒഴുക്കി കളയാനുള്ള ഒരു സംവിധാനം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. അഞ്ചാമതായിട്ട് നമ്മൾ ഈ മഴ പെയ്ത് ഒരുപാട് വെള്ളം വരുമ്പോൾ തന്നെ നമ്മുടെ ആ ബേസ്മെൻറ്റിൻ്റെ ഏരിയകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബേസ്മെൻറ്റ് ആ ഒരു ഏരിയകളിൽ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പല വീടുകളിലും നമ്മൾ ഈ ഒരു ഒറ്റ ലെവലിൽ തേച്ച് ബേസ്മെൻറ്റിൻ്റെ താഴം വരെ ഫൗണ്ടേഷൻ സെപ്പറേറ്റ് ഒരു തിരിവില്ലാത്ത രീതിയിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് ആ തേച്ച് വന്നേക്കുന്ന ആ പ്ലാസ്റ്ററിങ്ങുമായിട്ട് കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് റൈസിങ് ഡാംനെസ് വഴി മുകളിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്.
ക്യാപ്പിലറി ആക്ഷൻ വഴി ഈ വെള്ളം അബ്സോർബ് ചെയ്യപ്പെട്ട് മുകളിലേക്ക് കയറും. അങ്ങനെ വരുമ്പോൾ തന്നെ അത് വീടിനുള്ളിലെ പെയിൻറ്റ് പൊളിയാനും പുട്ടി പൊളിഞ്ഞു പോകാനും ഒക്കെ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. ഈ റൈസിങ് ഡാമിനെസ്സിന് കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബേസ്മെൻറ്റ് ഏരിയകളിൽ നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ചെയ്ത് നമ്മൾ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട്. ആറാമതായിട്ട് നമ്മൾ ഈ പർഗോളയൊക്കെ ചെയ്ത് ഗ്ലാസ് ഇടുന്ന രീതിയിലുള്ള ബാൽക്കണികളും അതുപോലെ തന്നെ കോർട്ട്യാർഡുകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ ചെയ്ത ഏരിയകളിൽ ഈ ഗ്ലാസും ആ ഒരു ഭിത്തിയും തമ്മിലുള്ള ജോയിനിൽ നമ്മൾ സിലിക്കോൺ ഇട്ടിട്ടായിരിക്കും അതിനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അത് സിലിക്കോൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിനൊരു ഇൻസുലേഷൻ കിട്ടും, വെള്ളം ഇറങ്ങാത്ത രീതിയിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പം അങ്ങനത്തെ സിലിക്കോൺ കൊടുത്തത് അത് കുറച്ച് കാലത്തിന് ശേഷം ഈ സിലിക്കോണും ഭിത്തിയായിട്ടുള്ള ജോയിൻറ്റ് വിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മഴയൊക്കെ തുടങ്ങി നല്ല മഴയൊക്കെ വന്ന് അതിലെ വെള്ളം ഒഴുകുമ്പോഴത്തേനും ഈ ജോയിൻറ്റ് വഴി വെള്ളം ലീക്കാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ജോയിൻറ്റുകളൊന്ന് ശ്രദ്ധിച്ച് അതിനകത്ത് സിലിക്കോൺ പ്രോപ്പറായിട്ടാണ് ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ ആ സിലിക്കോൺ ക്ലിയർ ചെയ്തിട്ട് പുതിയൊരു സിലിക്കോൺ അടിച്ചു കൊടുത്ത് ആ ജോയിൻറ്റിനെ പ്രോപ്പറായിട്ട് വെച്ചിട്ട് ഈ വെള്ളം ഭിത്തിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ജോയിൻറ്റ് വഴി ലീക്ക് ആകുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിലെ മഴയും കാര്യങ്ങളൊക്കെ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വീടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്